റെസിപ്റ്റ് കണ്ട് പിന്നീട് ആരും പേടിക്കേണ്ട. ഇത് ഗ്രാമില് ഇവരുടെ ആ പേജിൽ നിന്ന് ഇതിനകത്തുനിന്ന് ജസ്റ്റ് ഇവർക്ക് മെസ്സേജ് ഹായ് ചേച്ചി ചാത്തൻ സേവയ്ക്ക് എത്രയാണ് റേറ്റ് കളിയാക്കിയ ഒരു മെസ്സേജ് അയച്ചു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർഷമായ സ്വാഗതം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് 2 ദിവസം കൊണ്ട് ഉറക്കമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാണ്, ഉറക്കമില്ല. ഇതിന്റെ ബാക്കിലായിരുന്നു എനിക്കെതിരെ വന്ന ഒരു വ്യാജമായി ചിത്രീകരിച്ച 7 വരി ചിത്രീകരിച്ച ഒരു സ്ക്രീൻഷോട്ട്. അതുമായി ബന്ധപ്പെട്ട ഓട്ടമായിരുന്നു. ഇന്ന് വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെയൊന്നും ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാത്തത്, ഇന്നലെ എനിക്ക് ആ കേസ് ഫോർവേഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേഷനിൽ ആൾ കുറവായിരുന്നു. എനിക്ക് ഇന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രൂഫും കൂടി വെച്ചതിന് ശേഷം ഈ വീഡിയോ ചെയ്യാം എന്ന് കരുതി. ഒരു പ്രൂഫ് മാത്രമല്ല, ഈ ഒരു വീഡിയോ ഫുള്ളാ കാണുന്നവർക്ക് കൃത്യമായിട്ട് ആരാണ് വിളിച്ചത്. ഒരാൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് വിളിക്കുന്നുണ്ടല്ലോ, അയാൾ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അയാൾ ആ പുരുഷൻ ആരാണ് എന്നുള്ളത്, അയാളുടെ വോയിസ് അടക്കം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം തന്നെ ആ പുരുഷനോട് എനിക്ക് പറയാൻ, ഇന്നലെ വിളിച്ച പുരുഷനോട് പറയാനുള്ളത്, സോറി, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഞാനത് റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. കുറച്ചു നേരം നമ്മൾ സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ തോന്നി, കാരണം ഇതിനൊരു ക്ലാരിറ്റി വരുത്തണം. ഞാനിത് റെക്കോർഡ് ചെയ്തില്ല, എല്ലാവരും ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് റെക്കോർഡ് ചെയ്തില്ല എന്ന്. അതുകൊണ്ട് താങ്കൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ പ്ലേ ചെയ്യും. താങ്കൾക്ക് അതിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് താങ്കൾ എന്നോട് തന്നെ പറഞ്ഞു. സ്റ്റേഷനിൽ വന്ന് എന്നെ വിളിച്ചോളൂ, ഞാൻ ആ സ്റ്റേഷനിൽ ഈ പറയുന്ന പോലീസുകാരോട് വേണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ് എന്ന് വളരെ ജെന്യൂനായിട്ട് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം, കാരണം മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് പ്രേക്ഷകര് എനിക്കെതിരെ നിൽക്കുന്ന എനിക്കറിയാം, ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഞാൻ ഈ തെറ്റ് ചെയ്തില്ല എന്ന് ഉറപ്പുള്ളവരുണ്ട്. എങ്കിലും എനിക്കറിയാം, ഒരു 10 പേരുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഈ പറയുന്ന മനസ്സിൽ ഒരു സംശയം തോന്നിയിരിക്കും, ചിലപ്പോൾ അവൻ ചെയ്തിട്ടുണ്ടോ ആവുമോ എന്നുള്ളത്. ഇത് പറയുമ്പോൾ എനിക്ക് പറയാൻ മറ്റൊരു കേസുണ്ട്. എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അതായത് ഈ പറയുന്ന ഈ റിയാക്ഷൻ ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചു, ഈ കേസ് സംസാരിച്ചു. ഞാൻ ഇതിൻ്റെ ക്ലാരിറ്റി എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പിന്നെ സംസാരിച്ചു. പക്ഷേ ഒരാൾ പോലും അതിനെക്കുറിച്ച് ഒരു വീഡിയോ പോലും ചെയ്തില്ല എന്നുള്ളത്. സത്യം പറയാമല്ലോ സുഹൃത്തുക്കളെ, അത് കൊണ്ടതിൻ്റെ ഇവിടെയാണ്. അതവിടെ ഇരിക്കും. കാരണം പിന്നെ എന്നെ ഇത്രയും അറിയാമെന്ന, അല്ലെങ്കിൽ ഞാൻ തെറ്റിദ്ധരിച്ച, എന്നെ കൃത്യമായിട്ട് അറിയാമെന്ന് തെറ്റിദ്ധരിച്ചവരാണ്. അത് എൻ്റെ ഭാഗത്താണ് ഒരു തെറ്റ് എന്നുണ്ടെങ്കിൽ ശരി, ഓക്കെ, നിങ്ങൾ ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ എന്നെ വിമർശിച്ചുകൊണ്ട് ചെയ്യാം, എന്തോ ചെയ്യാം. പക്ഷേ ഈ ഒരു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ട് പോലും നിങ്ങളത് ചെയ്തില്ല. അതിന് 3 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, അതിന് റീച്ച് കാണുന്നത്, കാരണം എൻ്റെ വിഷയങ്ങൾ കാണാൻ വലിയ റീച്ചും കാര്യങ്ങളൊന്നും കാണത്തില്ല. 2, താങ്കൾ എവിടെയോ താങ്കൾക്ക് സംശയമുണ്ട്, ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും സംശയമുണ്ട്, ഇനി ഞാനത് ചെയ്തിരിക്കുമോ എന്നൊരു സംശയം കാണുമായിരിക്കും. 3, ചാത്തൻ സേവ എന്ന് പറയുന്ന ഒരു സാധനം എടുത്ത് ചെയ്തതിന് എനിക്ക് ചാത്തനെ പേടിച്ചിട്ടായിരിക്കാം. ഈ ഒരു 3 വിഷയമേ ഞാൻ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എനിക്ക് മറ്റൊരു കേസ് പറയാനുള്ളത്, എന്നെ അറിയാത്ത, ഇതുവരെയായിട്ടും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ലാത്ത, എൻ്റെ സുഹൃത്ത് പോലും അല്ലാത്ത പലരും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നവരൊക്കെ അവർ പറയുന്നത്, ഈ പുള്ളി ഇത്രയ്ക്ക് മണ്ടനാണോ, ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നെ മനസ്സിലായില്ല, പക്ഷേ എന്നെ ഇതുവരെയായിട്ടും സംസാരിക്കാത്തവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഓക്കെ, അത് സത്യം പറഞ്ഞ് എൻ്റെ ഇവിടെ കൊണ്ടു എന്നുള്ളതാണ്. ഓക്കെ, ആദ്യമേ പറയാം, ഞാനിന്ന് ഈ പറയുന്ന സ്റ്റേഷനിൽ പോയിരുന്നു, കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, സുരേന്ദ്രണ്ണ ഹായ്, ബിന്ദു ഹായ്, ഡബിൾ ഹായ് പെട്ടല്ലോ നാഥ എന്ന് വിളിച്ചവിടെ ഇരുന്നു എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് ശ്രീതു എന്ന് പറയുന്ന യൂട്യൂബറെ കുറിച്ച്. നേരിട്ട് പോയി കണ്ട് എൻ്റെ കയ്യിലിരുന്ന എൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത ശ്രീതു. പല പ്രാവശ്യം ഞാൻ ഈ കേസ് കൊടുക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം ശ്രീതുവിനെ ആവർത്തിച്ച് ഞാൻ പറയുന്നു, നിന്നെ ഈ കേസിലോട്ട് എനിക്ക് വലിച്ചിടേണ്ട ആവശ്യമില്ല. നിന്റെ കയ്യിൽ നിനക്ക് എനിക്കെതിരായിട്ട് അയച്ചു ആ വ്യാജ പകർപ്പ് അതെനിക്കൊന്ന് കിട്ടിയാൽ മതി, നിന്നെ ഞാൻ ഇതിൽ കൊടുക്കത്തില്ല. കാരണം എനിക്ക് ആകെ കൂടിയുള്ള ഒരു ഡിജിറ്റൽ തെളിവാണ്. അപ്പൊ ശ്രീതു പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീതു ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അതിനകത്ത് ഞാൻ ഭയങ്കര കമ്പ്യൂട്ടറിന്റെ വലിയ വിദഗ്ധയാണ്, ഞാൻ പിന്നെ എന്താണ് എത്രയും വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടർ ചവച്ചരച്ച് കുടിക്കുന്ന ഒരാളാണെന്നാണ് ശ്രീതു അവകാശപ്പെടുന്നത്. ഈ ശ്രീതു പറയാനായിട്ട് ഞാൻ 10ാം ക്ലാസ്സും കുസ്തി എന്നാണ് ശ്രീതുവിന്റെ വിചാരം. ഓക്കെ, അതവിടെ ഇരുന്നോട്ട്. ശ്രീതു ഇതിന് വേണ്ടത് പഠിത്തവും കാര്യങ്ങളൊന്നുമല്ല, കോമൺ സെൻസ്, ഒരു സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞാനിപ്പോൾ കേസ് കൊടുത്തത് എന്തെന്നറിയാം, മെയിനായിട്ട് ഞാൻ കേസ് കൊടുത്തത് എനിക്കെതിരെ ഒരു AI നിർമ്മിതമായ ഒരു വ്യാജ തെളിവ്, മനസ്സിലായോ, വ്യാജ തെളിവ് ഇന്ന ശ്രീതുവിന്റെ കയ്യിലുണ്ട്. അതിന്റെ ഡിജിറ്റൽ തെളിവ്, അതാണ് എൻ്റെ ഡിജിറ്റൽ തെളിവ്. അത് ഞാൻ ആകെക്കൂടി കണ്ടത് ശ്രീതുവിന്റെ കയ്യിലാണ്. ശ്രീതു ആ തെളിവിനെ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് അത് സത്യമാണെന്ന് വീണ്ടും കമ്പ്യൂട്ടർ അരച്ച്
കുടിച്ചിരിക്കുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന താങ്കൾ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കേസ് കൊടുത്തതാണ്. എന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? എനിക്ക് ആ സാധനം അത് വ്യാജമാണ്. ഞാൻ മണ്ടനല്ല അത്രയ്ക്ക്. ഞാനാണ് ആ ചാറ്റ് ചെയ്ത്. നിനക്കൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, സാമാന്യ ബോധമുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെന്ന് നേരെ സ്റ്റേഷനിൽ കൊണ്ട് ഇത് എനിക്ക് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ ഞാൻ മണ്ടനല്ല എന്നുള്ളത് ആദ്യം മനസ്സിലായത് കോമൺ സെൻസ് ആണ്. താങ്കളെ ഒരാൾ വിളിച്ചു, ആദ്യം സുരേന്ദ്രനെ വിളിച്ചു, സുരേന്ദ്രനെ വിളിച്ചു പറ്റിച്ചു, സുരേന്ദ്രൻ തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇപ്പോൾ റിമൂവ് ആയി. സുരേന്ദ്രനെ മനസ്സിലാക്കാനുള്ള ഒരു കേസ്, സുരേന്ദ്രന്റെ വീഡിയോ ഉൾപ്പെടെ ഞാൻ ഫോൾഡറാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സുരേന്ദ്രൻ ഇട്ട ആ വീഡിയോ താങ്കളുടെ യൂട്യൂബിൽ ഇല്ലെങ്കിലും ഈ താങ്കളെ വിളിച്ച് പറ്റിച്ചില്ലേ ബിന്ദു എന്ന് പറയുന്ന ആ വ്യക്തി താങ്കളുടെ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അവരുടെ യൂട്യൂബ് ചാനൽ അന്ന് മുതൽ ഇട്ടിട്ടുണ്ട്. അത് ഇപ്പോഴും ഡിജിറ്റൽ തെളിവായിട്ട് അവിടെ കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് ശ്രീധുവിന്റെ അടുത്ത് ഈ ഒരു സാധനം കൊടുക്കുന്നു. ഒരു സാധനം ഞാൻ കമ്പ്യൂട്ടറിന്റെ മുടിയാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ശ്രീധു എടുത്തപാട് എന്ത് ചെയ്തു? അത് നേരെ കൊണ്ടു. അത് ഒറിജിനലാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി കണ്ടതാണെന്ന് പറഞ്ഞു. എനിക്ക് എങ്ങനെയാ ഈ കള്ളം എന്തിനാ ഈ വിളിച്ചു പറയുന്നത്? ആദ്യം പ്രേക്ഷകരെടുത്ത് പറഞ്ഞു ഞാൻ വീട്ടിൽ നേരിട്ട് പോയി കണ്ട് എടുത്തതാണ്. എൻ്റെ അടുത്ത് വന്ന് പറയുന്നു അല്ല നേരിട്ട് കണ്ടതല്ല, ഞാൻ താങ്കളെ കാണാൻ വരാൻ വേണ്ടിയിട്ടുള്ള കാരണം അതാണ്. താങ്കൾ ആവർത്തിച്ച് അതിനകത്ത് പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് എന്നുള്ളത്. അവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാവരും എനിക്ക് അയച്ചു തന്നതാണ്. ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന ഒരു സാധനം. കാരണം ആർക്ക് മനസ്സിലായാലും എനിക്ക് ഞാനൊരു ഹായ് പോലും ഇതുവരെ അവർക്ക് ഇട്ടിട്ടില്ല എന്നുള്ളത് പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തത്. ഞാൻ ഒരു റെസിപ്റ്റ് വയ്ക്കാം. ഈ റെസിപ്റ്റ് കണ്ട് പിന്നീട് ആരും പേടിക്കേണ്ട, ഇത് FIRന്റെ കോപ്പിക്കാരനാണ്. ഇത് ഞാനൊരു പരാതി അവിടെ കൊടുത്തു, അവർ സ്വീകരിച്ചു എന്നുള്ളതാണ്. അവരുടെ ആദ്യത്തെ പ്ലാന് നിങ്ങളുടെ 3 പേരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം CA എന്നെ പറഞ്ഞു നമ്മുടെ മെയിൻ അജണ്ട എന്താണെന്ന് അറിയാമോ? ഈ പറയുന്ന വ്യാജമായ ഈ ശ്രീധു പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യണം, ഞാനിതിൽ നിരപരാധിയല്ലേ, എനിക്ക് എന്താ ബന്ധം, ഞാൻ അവിടെ വന്ന് ഈ ഒരു കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കാര്യം തീരുന്നില്ല. അല്ല ശ്രീധു, ഇവിടെ ഏറ്റവും കൂടുതൽ ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞ ശ്രീധുവാണ്. അത് ശ്രീധു വിവരമുള്ളവർക്ക്, ലവളുടെ വക്കീലിന്റെ അടുത്തല്ല, വിവരമുള്ള ആരുടെയും ചോദിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ബിന്ദു എന്ന് പറയുന്നത് എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് വെറുതെ പറയുന്ന മാത്രമേ ചെയ്തുള്ളൂ. താങ്കളയിലാണ് ആ ഒരു ഡിജിറ്റൽ പ്രൂഫ് ഇരിക്കുന്നത്. താങ്കളയിൽ ആ ഡിജിറ്റൽ പ്രൂഫ് ഇരിക്കുന്നു എന്ന് മാത്രമല്ല അത് സത്യമാണ് എന്ന് താങ്കൾ പലവട്ടം എന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തിച്ച് പ്രേക്ഷകരെ പറഞ്ഞു മനസ്സിലാക്കുക. അത് ആ റോങ് ആയിട്ടുള്ള ആ ഒരു പ്രൂഫ് സോഷ്യൽ മീഡിയയിൽ പരത്തി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചത് താങ്കളാണ്, ഇവിടെ ഏറ്റവും കണ്ണി താങ്കളാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് വരാം. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ വിളിച്ചു വരുത്താനായിരുന്നു തീരുമാനം. പിന്നെ അവർ പറഞ്ഞു വേണ്ട, നമ്മൾ ഇവിടെ വിളിച്ചു വരുത്താൻ അവർക്ക് ഇതൊരു AI ആണെന്ന് കണ്ടെത്താനുള്ള ഇതൊന്നും അവർക്കില്ല, സജ്ജീകരണമൊന്നും ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലില്ല. അവര് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമായത് അവര് തന്നെ അവിടെ നിന്ന് സൈബർ സെല്ലിലേക്ക് ഇത് ഫോർവേഡ് ചെയ്തു. ആ സൈബർ സെല്ലിലേക്ക് ഫോർവേഡ് ചെയ്തതിന്റെ റെസിപ്റ്റാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. സൈബർ സെല്ലിൽ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ കേസ് കൊടുത്തിരിക്കുന്നത്, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്റെ നമ്പറിലുള്ള വ്യാജ തെളിവാണ്, AI വഴി സൃഷ്ടിച്ച വ്യാജ തെളിവാണെന്ന് പറഞ്ഞാൽ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത്രയ്ക്കും മണ്ടനാണെന്ന് നിങ്ങൾ ഇപ്പോഴും കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുമില്ല, അവിടെ വന്ന് തെളിയിച്ചാൽ മതി. സൈബർ സെല്ലിൽ വന്ന് തെളിയിച്ചാൽ മതി ഇത് വ്യാജമാണോ. അവർക്ക് എനിക്ക് 1.5-3 മണിക്കൂർ എനിക്ക് ചിലപ്പോൾ അവരുടെ സിസ്റ്റം എങ്ങനെയെന്ന് അറിയില്ല, ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ അവർ തെളിയിക്കുമായിരിക്കും, ചിലപ്പോൾ അവർക്ക് പ്രഥമ ദൃഷ്ടിയാലും തെളിയിക്കുമായിരിക്കും എന്നുള്ളത്. അപ്പം ഈ അഹങ്കാരം ഉണ്ടല്ലോ, ഞാൻ എന്തോ മറ്റവളാണെന്നുള്ള ഒരു അഹങ്കാരം, അത് ഇതോടുകൂടി തീർന്നിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാം. ഇനിയിപ്പം സൈബർ സെല്ലിൽ ഉച്ചയ്ക്ക് ശേഷം പോകണം, ഞാൻ വിളിച്ച് തിരക്കി ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി, എനിക്ക് ഈ റെസിപ്റ്റും കൊണ്ട് ഞാൻ അവിടെ ചെല്ലും എന്നുള്ളതാണ്. ഇനി ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ, സുരേന്ദ്ര നീ ഫോൺ വിളിച്ചാൽ എടുക്കില്ല എന്നാണ് അറിവ്, വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ സൈബർ പോലീസ് വീട്ടിൽ വരും എന്നുള്ളതാണ്. എൻ്റെ അഡ്രസ്സ് ഉൾപ്പെടെ ഞാൻ പൊക്കിയിട്ടുണ്ട്, അതുൾപ്പെടെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി മറ്റൊരു വിഷയം, ഇതിൽ വേറൊരു വിഷയം പറയാനുള്ളത്, അതായത് ഈ ബിന്ദു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടെ ഒരു പല നമ്പറിൽ നിന്ന് ചാറ്റ് ചെയ്തു. പിന്നെ ശ്രീധു ഒരു എക്സ് ഉണ്ട് ഇതിനകത്ത്, അവരാണ് വിളിക്കുന്നത്. ഏതോ ഒരു ഈ പറയുന്ന സ്കൈപ്പ് വഴി എന്നെ വിളിച്ചു, അത് ഈ രമണനാണ്, ഞാനാണ്, ഇവൻ ഇതുവഴി വിളിച്ചാണ് എന്നെ ഹോട്ടൽ റൂമിലേക്ക് ക്ഷണിച്ചത്, ഇതുവഴിയാണ് എനിക്ക് മെസ്സേജ് അയച്ചത് എന്ന് ആവർത്തിച്ച് പറഞ്ഞല്ലോ. ആ കക്ഷി അതാണാണോ പെണ്ണാണോ എന്ന് ഞാൻ ചാറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പെണ്ണായിരുന്നു എന്നുള്ളതാണ്. ആ കക്ഷി ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇന്റർനാഷണൽ കോൾ വരുന്നുണ്ട്, ഞാൻ എടുത്തില്ല. ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ അടുത്ത പണി ഏതാണെന്ന് പറഞ്ഞാൽ ഞാനിത് 3 കോളൊക്കെ ഞാനിത് ബ്ലോക്ക് ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൂഫുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ്, ഫേസ്ബുക്ക് കയറി നോക്കിയപ്പോഴാണ് ഈ ബിന്ദു ഈ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, ഈ നമ്പർ വെച്ചിട്ടൊരു സാധനം. അപ്പോഴാണ് കർത്താവേ അവരായിരുന്നു എന്നെ വിളിച്ചത്,
എന്ന് വിചാരിച്ചു. ഞാൻ എന്നിട്ട് ബ്ലോക്ക് മാറ്റി പിന്നെ എന്നെ വിളിച്ചില്ല. പക്ഷെ ഇന്നലെ രാത്രി അവർ എന്നെ വീണ്ടും പറഞ്ഞു. പക്ഷെ അവർ സത്യം പറഞ്ഞാൽ വളരെ സത്യസന്ധമായിട്ടൊരു സ്ത്രീ ആയിട്ടാണ്. സ്ത്രീ എന്നാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീ പെണ്ണാണ്. ബിന്ദു തന്നെ വിളിച്ചുകൊണ്ടിരുന്ന തന്നെ വിളിച്ചില്ല, തന്നെ താങ്കളുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആണല്ല പെണ്ണ്. അതിന്റെ അവരെന്നെ വിളിച്ചു. ഞാൻ ആദ്യം പിന്നീട് റെക്കോർഡ് ചെയ്യേണ്ടത്, പക്ഷെ എന്റെ നിരപരാധിത്വം തെളിയിക്കുന്നത് അതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ വെച്ച് തരാം. ശ്രീതു മനസ്സിലാക്കുക, സുരേന്ദ്രൻ എന്നെ പറ്റിച്ച് മനസ്സിലാക്കുക. പിന്നെ ബിന്ദുവിന് അറിയാം, ബിന്ദു ഇത് അറിഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്. നിങ്ങളെ രണ്ടുപേരെയും പറ്റിച്ച് എന്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ബിന്ദുവിന് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. ഞാൻ ഇത് വിടില്ല ബിന്ദു, ഞാൻ അറ്റം വരെ പോകും. നീ ചൂസ് ചെയ്ത ആള് മാറിപ്പോയി എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ഒരു സാധനം ഇവിടെ വെക്കുക എന്നുള്ളതാണ്. കൃഷ്ണ ഹെർബൽ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കാണും. അപ്പൊ ഞാൻ വെറുതെ ഇവരെ ഒന്ന് ഇത് ചാത്തൻ സേവയ്ക്ക് എത്ര ഇവര് ഇത്ര ഇത് പബ്ലിക് ആയി, ഇത് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തട്ടെ, ഇങ്ങനെ വിളിക്കുന്നത് സ്ത്രീയല്ലേ, ഇങ്ങനെ ഈ ചീത്ത വിളിക്കുന്നത് നിർത്തട്ടെ എന്ന് ഓർത്തുകൊണ്ട് പബ്ലിക് ആയിട്ടുണ്ട് എന്ന് അറിയാനും പിന്നെ എനിക്ക് ആളെ മനസ്സിലായി എന്ന് പറയാനും ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവരുടെ ബിസിനസ് അക്കൗണ്ടിൽ, അതായത് ഇൻസ്റ്റാഗ്രാമില് ഇവരുടെ ആ പേജിൽ നിന്ന് ഇതിനകത്തുനിന്ന് ജസ്റ്റ് ഇവർക്ക് മെസ്സേജ് അയച്ചു, ഹായ് ചേച്ചി ചാത്തൻ സേവയ്ക്ക് എത്രയാണ് റേറ്റ് ചോദിച്ചു, കളിയാക്കി ഒരു മെസ്സേജ് അയച്ചു. ഇവർ അന്നേരം എന്നെ നേരെ വാട്സാപ്പിൽ കോൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ എടുത്തില്ല. ഞാൻ ഇവർ തമ്മിൽ ഈ നിമിഷം വരെ നേരിട്ട് സംസാരിച്ചിട്ട് അല്ല. പിന്നെ അപ്പോഴേ അവര് ഈ നമ്പറിലല്ലേ സ്കൈപ്പിൽ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവരൊരു ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നത്. അതെ, അതെന്താന്ന് എനിക്കറിയില്ല. അവരെന്താ ഈ സ്കൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ നമ്പറിൽ നിന്ന് താങ്കൾ അവരെ വിളിച്ചോ? ഇല്ല, വിളിച്ചിട്ടില്ല. അവര് അപ്പൊ എങ്ങനെ ഈ നമ്പർ അവർക്ക് കിട്ടിയേ? അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ബിസിനസ് അക്കൗണ്ടിൽ നമ്മൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഡയറക്റ്റ് വാട്സാപ്പിലോട്ടാണ് പോകുന്നത്. അവരുടെ വാട്സാപ്പിലോട്ടാണ് പോകുന്നത്. അതായത് വാട്സാപ്പ് എൻക്വയറി ആയിട്ടാണ് അവരുടെ ആ ഒരു കൃഷ്ണ ഹെർബൽ പ്രൊഡക്ട്സ് അങ്ങനെ അവരുടെ ഇതിന്റെ പേര്, ബിസിനസിന്റെ. അതായത് അവർക്ക് നമ്മൾ ഇതുവഴി ചെയ്യുമ്പോൾ നേരെ വാട്സാപ്പിലോട്ടാണ് പോകുന്നത് അല്ലേ? ഓക്കെ. കാരണം നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് വാട്സാപ്പ് ത്രൂ ആണ് അവര്. ഓക്കെ, മനസ്സിലായി. അപ്പൊ അല്ലാതെ എനിക്ക് അവരുടെ, ഞാൻ ഷബീന ബീവിയുടെ ഇതിന്ന് എനിക്ക് നമ്പറായി അറിയത്തില്ല. ഞാൻ ഷബീന ബീവിക്ക് ഈ ഇത് കൊടുക്കുമ്പോ, എന്താ സ്ക്രീൻ റെക്കോർഡ് കൊടുക്കുമ്പം എനിക്ക് ഇവർ ആരാന്നോ ഇവരുടെ നമ്പറോ ഫോട്ടോയോ ഒക്കെ അത് കഴിഞ്ഞിട്ട്, ഷബീന ബീവിയുടെ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരെ പറ്റി സത്യം പറഞ്ഞാൽ ഒന്നുകൂടെ നോക്കുന്നത്, ഈ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട്. എന്നിട്ട് ഞാനിപ്പോ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്, ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പബ്ലിക് ആണ്, അതൊരു ബിസിനസ് അക്കൗണ്ട് ആണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ഇൻക്വയറി ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇവരുടെ ബിസിനസ് വാട്സാപ്പിലോട്ടും കൊണ്ടാണ് അത് പോകുന്നത്. അപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ട് ഇതെന്റെ ബിസിനസ് വാട്സാപ്പ് നമ്പറാണ് അപ്പൊ പറഞ്ഞ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ തന്നെ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞു, ഇവരുടെ വിചാരം ഞാനൊരാണാണെന്നാണ്. ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ കോൾ എടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ ശാപം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് എന്റെ ധൈര്യം കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇത് ലീഗലായിട്ട് പോണെങ്കിൽ ഞാൻ ലീഗലായിട്ട് പോകും. എനിവേ യു ആർ എക്സ്പോസ്ഡ്, ഐ ഗോ ടു യു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ സംസാരിച്ചിട്ടില്ല, ജസ്റ്റ് ഈ മെസ്സേജ് അയച്ചു. ഈ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇവരെ ബ്ലോക്ക് ചെയ്ത് ഞാൻ എന്റെ പരിപാടിക്ക് പോകും. കാരണം ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെയാണ് ഇവരുടെ ഈ മനസ്സിൽ ചെറിയ ലൂസാ, ചെറിയ മെന്റലാ അത്. അത് ഇങ്ങോട്ട് വീണ്ടും ഈ ഇത് കൂടെ തന്നെ ഈ ചാത്തൻ സേവയുടെ കാര്യം പറഞ്ഞ് മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ വെറുതെ ഞാൻ എന്തായാലും ഇത് കേൾക്കുന്നു, ഇവരോട് മര്യാദക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാനോർത്ത് ഇവര് അറ്റ്ലീസ്റ്റ് ഇവരുടെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്ന അവനെ ചെയ്യുന്ന കാര്യങ്ങളെ ഇങ്ങനെ ഓരോരുത്തർ വോയിസ് മെസ്സേജ്. ഇന്നലെയാണ് ഞാൻ ചുമ്മാ നോക്കി വന്നു കഴിഞ്ഞപ്പോ ഈ ബിന്ദു എന്നുള്ള പേര് കണ്ടിട്ടാണ് മിനിഞ്ഞാന്ന് ചേട്ടന്റെ ഒരു വീഡിയോ കാണുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ചേട്ടനെ വെറുതെ ഇതിനകത്ത് അക്യൂസ് ചെയ്തിട്ടേക്കുവാണ്. ആസ് ഓഫ് നൗ എനിക്കറിയാം, ഞാനിവരെ കോണ്ടാക്ട് ചെയ്തു. ഈ ഒരു കാര്യം ചാത്തൻ സേവയുടെ റേറ്റ് എന്നുള്ളത് ഞാൻ ചോദിച്ചു. ഇത്ര സംഭവങ്ങൾ നടന്നു എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ചേട്ടന്റെ വീഡിയോയുടെ അടിയില്, യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ചേട്ടൻ കണ്ടു കാണും അത്, ഞാൻ കുറച്ച് കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇതല്ല, ഞാനാണിത്. അപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്കിന്റെ ഐഡിയുടെ പേര് രേവിത മനോജ് എന്നായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു അന്ന് തന്നെ ഞാൻ മെസ്സേജ് അയച്ചു, ഈ പുള്ളിക്കാരിക്ക് മനസ്സിലാവും, അറ്റ്ലീസ്റ്റ് ഇത് ഈ പുള്ളി അല്ല, ചേട്ടനല്ല എന്നുള്ളത് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ അതിനകത്ത് വന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ കമന്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് അവിടെ ചേട്ടന്റെ വ്യൂവേഴ്സിനെങ്കിലും മനസ്സിലാവും. മനസ്സിലായി. എനിക്ക് ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്ക് ഷഫീന ഈ ഒരു സാധനം വരുന്നല്ലോ, ഞാനത് പ്രതികരിക്കാൻ കാരണം അതിനകത്ത് ചാത്തൻ സേവയും കൊച്ചൊക്കെ മരിച്ചോണ്ട് പോകുന്നൊക്കെ പറയാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രതികരിച്ചത്. ഓക്കെ, ഇത്രയുള്ളൂ. ഞാൻ കുറച്ചും കൂടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാനിതിപ്പോ ഇത്ര ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന പ്രേക്ഷകർക്ക് ഒന്ന് മനസ്സിലാക്കാൻ ചില ഒരാളെങ്കിലും എന്നെ അവിശ്വസിച്ചിട്ടുണ്ടാവും, ഞാനായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അതായത് ബിന്ദു മനസ്സിലാക്കാനുള്ളത്, നിന്നെ ഇതുവരെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളല്ല.
അത് പെണ്ണാണ്. ഞാൻ അതിന്റെ നമ്പറിന്റെ ബ്ലർ ഇനി ഇവരെവിടെയും കൊള്ളല്ല, കാനഡയിലുള്ള സാധനമാണ്, കാനഡയിൽ ജീവിക്കുന്നവരാണ്, മനസ്സിലായോ? അവർ വളരെ ജെന്യൂൻ ആയിട്ടാണ് ഈ പറയുന്ന അവർക്കൊരു മെസ്സേജ് ഇട്ടത്. നമ്മൾക്ക് വരുന്ന ഒരു എതിരഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇട്ടതേ ഉള്ളൂ. അതിനെയാണ് ഇവര് ചാത്തൻ സേവ തേങ്ങയെന്ന് പറഞ്ഞാൽ ഇവരെ തെറി വിളിച്ചത്. ഓക്കെ, അപ്പൊ ബിന്ദു, ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ആണല്ല, ഇത് പെണ്ണാണ്. അതാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ഒരു ഹായ് പോലും ഇട്ടിട്ടില്ല ബിന്ദു. അത് താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാം. അത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ഞാൻ ആദ്യം കരുതുന്നത് നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതായിരിക്കുമെന്ന്. പക്ഷെ താങ്കൾ എന്ത് ചെയ്തു? എന്റെ നമ്പറിൽ എന്ത് ചെയ്തു? താങ്കൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം അതാണ്. എന്റെ നമ്പർ വെച്ച് അവിടെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. അതിന് ഉത്തരം താങ്കൾ സൈബർ സെല്ലിൽ വന്ന് പറഞ്ഞ് പരിഹാരം തീർത്തേ പറ്റുള്ളൂ ബിന്ദു. ഇപ്പൊ എന്ത് പറ്റി? എന്തിന് ജാദു ജൽ ഗയ, എന്തിന് ജൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയാമോ? തേരാ ജാദു ജൽ ഗയ എന്നാണ് എഴുതിയിരിക്കുന്നത് ഫേസ്ബുക്കിൽ. ജൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തുക എന്നുള്ളതാണ്, ചൽ ഗയ എന്നുള്ളതാണ് എഴുതാനുള്ളത് കേട്ടോ. അതിന് വേറെ ഏതെങ്കിലും കത്തിപ്പോയി എന്ന് ഉദ്ദേശിച്ചതാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതാണ് സംഭവം. സുരേന്ദ്രൻ ഇനിയെങ്കിലും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. സുരേന്ദ്ര, അതുപോലെ തന്നെ ശ്രീധുവിന് പിന്നെ ഞാൻ മറ്റേ എന്തോ കമ്പ്യൂട്ടറിൽ അരച്ചെടുത്ത് വിളിച്ച് മറ്റത് മറിച്ചത് മറ്റേ എന്തോ ആണെന്നാണ് ശ്രീധു വിചാരിക്കുന്നത്. ശ്രീധുവിന് ഇത് കണ്ടാലും മനസ്സിലാവില്ല. ഇനി ഇതും മനസ്സിലാവാത്തവർക്ക് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. നേരെ സൈബർ സെല്ലിൽ വരുമല്ലോ. സൈബർ സെല്ലിൽ വന്ന് ഈ ഒരു ഇനി താങ്കൾ ഡിലീറ്റ് ചെയ്ത് എന്ത് ചെയ്താലും സൈബർ ഡിലീറ്റ് ചെയ്തതിന്റെ അടുത്ത ആ കുറ്റം കൂടെ താങ്കളുടെ തലയിൽ വരും. അപ്പൊ താങ്കളാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാതെ കൊണ്ടുവരുന്നതായിരിക്കും താങ്കൾക്ക് ബുദ്ധി. മനസ്സിലായോ? കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു വ്യാജമാണെന്ന് പറഞ്ഞ് സൈബർ സെല്ലിൽ ഉൾപ്പെടെ ഞാൻ കേസ് കൊടുക്കണമെങ്കിൽ അതിൽ 100 അല്ല 200 അല്ല 1000 അല്ല എത്രയും ശതമാനം എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടും മാത്രമാണ് ഞാൻ ഈ കേസ് കൊടുത്തില്ലെന്നും അതല്ല സൈബർ സെല്ലിൽ ഇരിക്കുന്ന പോലെ പോലീസുകാരെ ഉണ്ണാക്കന്മാരല്ല എന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസ് ഫോർവേഡ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഇനി ബാക്കി വിശേഷം ഞാൻ അത് സൈബർ സെല്ലിൽ പോയിട്ട് വരട്ടെ എന്നുള്ളത് നമുക്ക് എടുക്കണം. ജയ് ഹിന്ദ്.